ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിന്റെ വേക്കൻസിയാണ്. ഫ്ലിപ്കാർട്ടിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആൾ ഓവർ വേൾഡുമേ വലിയൊരു ഓർഗനൈസേഷനാണിത്. അത് നിങ്ങൾക്ക് അറിയാം ഫ്ലിപ്കാർട്ടിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അതിനെപ്പറ്റി പ്രത്യേകം പറയുന്നില്ല, വീഡിയോ നീട്ടുന്നില്ല. അപ്പം അതിൽ വന്നിരിക്കുന്ന വളരെയേറെ പോസ്റ്റുകളുണ്ട്. 15,000 വേക്കൻസിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതും ഈ വേക്കൻസി എല്ലാം ബാംഗ്ലൂരാണ്. അതാണ് നമുക്ക് ഏറ്റവും പറ്റിയത്. ബാംഗ്ലൂരിലെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഫീസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല, എക്സാം ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് സെലക്ഷൻ ആയിരിക്കും. അവരുടെ വെർച്വൽ ഇന്റർവ്യൂ കാണും, എന്നിട്ട് സെലക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പം വളരെയേറെ ബമ്പർ വേക്കൻസിയാണ് ഫ്ലിപ്കാർട്ടിന്റെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. നമുക്ക് വേക്കൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫീസ് ഇല്ല, എക്സാം ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ അതും ഇത്രയേറെ ബമ്പർ വേക്കൻസി വരുമ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യാതിരുന്നാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് കരുതേണ്ടിയിരിക്കുന്നു. വീഡിയോ നമുക്കായി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കും ഏതെല്ലാം കാര്യങ്ങളാണ് അവിടെ, ഏതെല്ലാം പോസ്റ്റുകളാണ്. ഇതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ. അവർ പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ, അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, ഇതിനകത്ത് ഏതാണ്ട് ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ അവർ പറയുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇതിനകത്ത് വർക്ക് ഫ്രം ഹോം, അതായത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാനത് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് കണ്ടില്ല. ഒരുപക്ഷെ അവർ പറയുന്നെങ്കിലും അത് ചിലപ്പോൾ ഒരുപക്ഷെ ഫില്ലായി കാണും. ആ ഒരു വേക്കൻസി എന്നൊക്കെ പറഞ്ഞാൽ 12th പാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ അത് അപ്ലൈ ചെയ്യും. അതുകൊണ്ടായിരിക്കും അത് ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് അത് കാണുന്നില്ല. അവരുടെ നോട്ടിഫിക്കേഷൻ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ടോപ്പും വൈഫൈയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ അലോഡ് ചെയ്ത് തരും. അപ്പം സാലറി എന്ന് പറയുന്നത് വളരെ നല്ല സാലറിയാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യമായ കാര്യങ്ങൾ കാണിക്കും. നമുക്ക് എങ്ങനെയാ, ഞാൻ ഈ വീഡിയോയുടെ താഴെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള ആ ഒരു തന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അവിടെ ആമസോൺ ജോബ് കാരിയർ എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ താഴെ തരുന്ന വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അവിടെ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെയേറെ വേക്കൻസി ഉണ്ട്. അപ്പം ആരും ഇത് പുറകോട്ട് പോകരുത്, അപ്ലൈ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് തന്നുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ആദ്യമായി എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് കണക്കുള്ള വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അത് കണക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ അവിടെ ഞാൻ തന്നിരിക്കുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ആ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്ലിപ്കാർട്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാരിയർ ഉണ്ട്. കാരിയറാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ലൈഫ് അറ്റ് ഫ്ലിപ്കാർട്ട് ജോബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കറണ്ട് ഓപ്പണിംഗ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം എല്ലാ പോസ്റ്റുകളും ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ ഡേറ്റ സയന്റിസ്റ്റ് ബാംഗ്ലൂർ കർണാടക, സീനിയർ മാനേജർ പീപ്പിൾ മാനേജർ ബാംഗ്ലൂർ കർണാടക, അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം ഞാൻ പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് തൊട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയെ ഞാൻ ഇതിനകത്ത് കണ്ടുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ കാണുന്നവര് ഗ്രാജുവേറ്റിന് താഴെ അവരുടെ വെബ്സൈറ്റിൽ പറയാം അണ്ടർ ഗ്രാജുവേറ്റിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ എങ്ങനെ നോക്കിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് വേക്കൻസികൾ കണ്ടില്ല. ഒരുപാട് വേക്കൻസി ഉണ്ട്. 15,000 വേക്കൻസി നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം നമുക്ക് ടഫാണ്. അതുകൊണ്ട് ഞാൻ അധികം ചെയ്തില്ല. ഞാൻ 2-3 പേജ് നോക്കിയുള്ളൂ. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഇവിടെ തന്നിട്ടുണ്ട്. ബാംഗ്ലൂർ, കർണാടക, അഹമ്മദാബാദ്, അമൃത്സർ, ബിലാസ്പൂർ,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. പക്ഷേ 99% ബാംഗ്ലൂരിലാണ് വന്നിരിക്കുന്നത്. ഡേറ്റ സയന്റിസ്റ്റിന്റെ ഉണ്ട്, സീനിയർ മാനേജർ ഉണ്ട്, അസോസിയേറ്റ് ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ ലീഡർഷിപ്പ്, ലേണിംഗ് ആൻഡ് ലേണിംഗ് കൗൺസിൽ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഫസ്റ്റ് പേജ് നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഇവിടെ ജോബ് ഒന്നും നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ജോബ് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മോർ ജോബിൽ പോകാം. മോർ ജോബിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ജോബുകളുണ്ട്, എല്ലാം ബാംഗ്ലൂരാ വരുന്ന. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ബാംഗ്ലൂർ എന്ന് കാണിക്കുന്നുണ്ട്. ഇത് അസോസിയേറ്റ് ഡയറക്ടർ ബാംഗ്ലൂർ കർണാടക, മാനേജർ എക്സ്പീരിയൻസ് പാഷൻ ബാംഗ്ലൂർ കർണാടക, സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ബാംഗ്ലൂർ കർണാടക, എല്ലാം അസോസിയേറ്റ് ലൊക്കേഷൻ ബാംഗ്ലൂർ കർണാടക. നിങ്ങളൊരു നല്ല ലൈഫ് ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു നല്ല പട്ടണം, നല്ലൊരു സിറ്റിയിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു നല്ല ഒരു അവസരമാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്കുള്ള എല്ലാ വേക്കൻസികളും ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. എത്ര നമ്മൾ മോർ ജോബ് ചെയ്തെങ്കിലും അത് ഒരിക്കലും തീരുന്നില്ല. അത് കണക്ക് മുന്നേ 15,000 വേക്കൻസി ആണെന്ന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. ഞാൻ എണ്ണി നോക്കിയില്ല, പക്ഷെ ഒരുപാടുണ്ട്. സീനിയർ മാർക്കറ്റിംഗ് മാനേജർ, കാറ്റഗറി മാർക്കറ്റിംഗ്, ഏരിയ മാനേജർ ഉണ്ട്, UI എഞ്ചിനീയർ ഉണ്ട്, അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്. ബിക്കാർക്കൊക്കെ ഒരു എഞ്ചിനീയർമാരുടെ ഒരുപാട് സസ്തികൾ ഇതിനകത്തുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റ്, ഇപ്പൊ അസിസ്റ്റന്റ് മാനേജർ പ്ലാനിങ്ങിൽ എനിക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളല്ല, അതിന്റെ ആ ജോബ് നമ്പർ, അസിസ്റ്റന്റ് മാനേജർ പ്ലാനിങ് ബാംഗ്ലൂർ കർണാടകയാണ്. എബൌട്ട് ഫ്ലിപ്കാർട്ട്, അറ്റ് ഫ്ലിപ്കാർട്ട് we are driven by our purpose of empowering every Indian dream by delivering value through. അവരുടെ കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ലൊക്കേഷൻ ബാംഗ്ലൂർ കർണാടക പറയുന്നുണ്ട്, എത്ര പോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു പോസ്റ്റ് അവിടെ കാണിക്കുന്നുള്ളൂ. എബൌട്ട് ദ ടീമിനെ പറ്റി പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സക്സസീഡ് ഇൻ ദ റോൾ, നിങ്ങൾ സക്സസീഡ് ആകണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബൈ വർക്ക് വിത്ത് അസ്, നിങ്ങൾ എന്തുകൊണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഇവരുടെ കൂടെ ചെയ്താൽ കിട്ടും എന്നുള്ളതിനെ പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങളുടെ ഇത് റെസ്യൂം അപ്ലോഡ് ചെയ്യണം, CV അപ്ലോഡ് ചെയ്യണം. CV അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മുഴുവൻ നോക്കണം, അതിൽ എന്തൊക്കെയാ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റികളാ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ നിങ്ങളിൽ നിന്ന് അവരെന്താണ് ഈ പർട്ടിക്കുലർ ജോബിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ ബയോഡാറ്റ 2 മിനിറ്റോ 3 മിനിറ്റോ എടുക്കത്തുള്ളൂ ബയോഡാറ്റ ചേഞ്ച് ചെയ്യാനായിട്ട്. അത് ചെയ്യുക. പിന്നെ പേര് കൊടുക്കുക, ഇമെയിൽ അഡ്രസ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ടോട്ടൽ എക്സ്പീരിയൻസ് എത്രയാണെന്ന് വെച്ച് കൊടുക്കുക, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക, കറണ്ട് ലൊക്കേഷൻ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഹാവ് യു പ്രീവിയസ്ലി ബീൻ എംപ്ലോയിഡ് ആസ് എ കോൺട്രാക്ട് എംപ്ലോയി ഓർ ആസ് എ ഫുൾ ടൈം എംപ്ലോയി ബൈ ഫ്ലിപ്കാർട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എംപ്ലോയി ആയിരുന്നെങ്കിൽ അത് ടെമ്പററി ആണോ അതോ ഫുൾ ടൈം ആണോ എന്ന് നിങ്ങൾ യെസ് ഓർ നോ ചെയ്താൽ മതി. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് മിഡിൽ നെയിം, ക്വാളിഫിക്കേഷൻ ഇവിടെ നിങ്ങളുടെ എന്താണെന്നുള്ള, എന്ത് ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ എഴുതണം. നിങ്ങളുടെ കോളേജ് നെയിം എന്തായിരുന്നോ അത് എഴുതണം. ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷത്തിലാണ് നിങ്ങൾ പാസ്സായി അത് എഴുതണം. കറണ്ട് ഇൻഡസ്ട്രി അതിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ് എഴുതണം. കറണ്ട് കമ്പനി നിങ്ങൾ പേരെഴുതണം. റോൾ അപ്ലൈഡ് ഫോർ, നിങ്ങൾ ഇതിനകത്ത് ഏത് റോളാണ് അപ്ലൈ ചെയ്യുന്നത് അത് എഴുതണം. സാലറി എന്തുമാത്രം വേണം അത് എഴുതണം. വേരിയബിൾ കോമ്പൻസേഷൻ അത് എഴുതണം. ഇനി ഐ ഹിയർ വൈ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, ഇവിടെ ചെക്ക് ചെയ്യണം. ഐ ഹിയർ വൈ ഡിക്ലെയർ ദാറ്റ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ബൈ മൈസെൽഫ് ഈസ് ട്രൂ ആൻഡ് കറക്റ്റ്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ടിൽ ക്ലിക്ക് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഐ ആം നോട്ട് എ റോബോട്ടിന്റെ വരത്തില്ല, ചിലർക്കേ വരുന്നുള്ളൂ. അപ്പം എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളുള്ള ഈ ഫ്ലിപ്കാർട്ടിന്റെ ഈ വേക്കൻസി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇത് കണക്കുള്ള വീഡിയോയും അല്ലെങ്കിൽ ഇത് കണക്കുള്ള വേക്കൻസി ഞാൻ അതാത് സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുമ്പോൾ അതെനിക്ക് കിട്ടുന്ന മോട്ടിവേഷനാണ്. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അത് കണക്ക് എന്നെ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.